ചങ്ങനാശ്ശേരി പ്രാദേശിക സഭയുടെ ആധ്യാത്മിക സിംഹാസനത്തിലിരുന്ന് വിശ്വാസ സമൂഹത്തെ നയിച്ച ധീരരായ ഇടയന്മാരെ സ്മരിക്കുക എന്നത് സമുദായ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ ഊർജമാണ്. ഒരു ജനതയെ നയിക്കാൻ ദൈവം നിയോഗിക്കുന്നത് വെറുമൊരു ഭരണാധികാരിയല്ല, മറിച്ച് അഗ്നിയിൽ ശുദ്ധി വരുത്തിയ ആത്മീയ തേജസ്സുകളെയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മണ്ണ് സാക്ഷ്യം വഹിച്ചത് ഭാരതസഭയുടെ തന്നെ ചരിത്രഗതി നിർണയിച്ച മഹാന്മാരായ ഇടയശ്രേഷ്ഠന്മാർക്കാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് അക്ഷരവെളിച്ചം നൽകാനും നസ്രാണി തനിമ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനും ജീവിതം യാഗമായി സമർപ്പിച്ചവർ. ഓരോ ഇടയനും ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ കോറിയിട്ടത് വിശ്വാസത്തിൻ്റെയും ധീരമായ വിപ്ലവത്തിൻ്റെയും പുതുപുത്തൻ അധ്യായങ്ങളാണ്. ഇതാ നമ്മുടെ ആത്മീയ വീര്യത്തിൻ്റെ നട്ടെല്ലായിരുന്ന ആ മഹാമേരുക്കളിലേക്ക്. അഭിവന്യ ചാൾസ് ലെവീഞ്ഞ് പിതാവ് അന്യദേശത്തു നിന്നെത്തിയെങ്കിലും അപ്പസ്തോലികമായ വാത്സല്യത്തോടെ ഈ രൂപതയ്ക്ക് അടിത്തറയിട്ട വിദേശീയനായ സ്വദേശി. ചങ്ങനാശ്ശേരി എന്ന നാമത്തെ ആധുനിക സഭയുടെ ഭൂപടത്തിൽ ആദ്യമായി അടയാളപ്പെടുത്തിയ കർമ്മയോഗി. മാർ മാത്യു മാക്കിൽ പിതാവ് വിവേകത്തിൻ്റെ പ്രതീകം. നസ്രാണി സഭയ്ക്ക് തദ്ദേശീയരായ മെത്രാന്മാർ വേണമെന്ന സ്വപ്നത്തിന് ചിറക് നൽകിയ ദീർഘദർശി. പാരമ്പര്യവും പ്രായോഗികതയും സമന്വയിപ്പിച്ച വിവേകശാലിയായ ഇടയശ്രേഷ്ഠൻ. മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് ആരാധനാക്രമത്തിൻ്റെ ആത്മീയ സൗന്ദര്യവും വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹിക പ്രാധാന്യവും ഒരുപോലെ തിരിച്ചറിഞ്ഞ വിശുദ്ധാത്മാവ്. നമ്മുടെ വിദ്യാലയങ്ങളുടെയും സന്യാസ സമൂഹങ്ങളുടെയും സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധികായൻ. മാർ ജെയിംസ് കാളാശ്ശേരി പിതാവ് നട്ടലുള്ള നസ്രാണി എന്ന വാക്കിന് അർത്ഥം നൽകിയ ധീരപിതാവ്. സഭയുടെ അവകാശങ്ങൾക്കായി ഭരണകൂടങ്ങളോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ സിംഹഗർജനം. ചങ്ങനാശ്ശേരിയുടെ ആത്മവീര്യം കടല് കടന്നത് കാളാശ്ശേരി പിതാവിൻ്റെ ഇച്ഛാശക്തിയിലായിരുന്നു. മാർ മാത്യു കാവുകാട്ട് പിതാവ് വിനയത്തിൻ്റെ ഹിമഗിരി. സഭയെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നയിച്ച ദൈവദാസൻ. ചങ്ങനാശ്ശേരി രൂപത അതിരൂപതയായി മാറിയത് ഈ പുണ്യപിതാവിൻ്റെ കരങ്ങളിലൂടെയായിരുന്നു. പാണ്ഡിത്യവും ലാളിത്യവും ഒത്തുചേർന്ന സൂര്യ തേജസ്. മാർ ആന്റണി പടിയറ പിതാവ് കർമ്മനിരതമായ ആത്മീയതയുടെ വക്താവ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും സഭയുടെ പരമാധികാര പീഠത്തിലേക്ക് നടന്നു കയറിയ സർഗപ്രതിഭ. ഓരോ വിശ്വാസിയെയും പേരെടുത്ത് വിളിക്കാനറിയാവുന്ന ഇടയവാത്സല്യം. മാർ ജോസഫ് പൗവത്തിൽ പിതാവ് പൗരസ്ത്യ സുറിയാനി സഭയുടെ സർവവിജ്ഞാനകോശം. സഭാവിജ്ഞാനീയത്തിലും സ്വത്വബോധത്തിലും മാർത്തോമാ നസ്രാണികളെ അടിമുടി പുതുക്കിപ്പണിത സമുദായാചാര്യൻ. വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെയും സമുദായ ശാക്തീകരണത്തിലൂടെയും ചങ്ങനാശ്ശേരിയെ ഭാരതസഭയുടെ സ്ഥിരാകേന്ദ്രമാക്കി മാറ്റിയ യുഗപുരുഷൻ. മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ശാന്തതയുടെയും പാണ്ഡിത്യത്തിൻ്റെയും സമന്വയം. ആഗോള സഭയിലെ മാറ്റങ്ങളെ പ്രാദേശിക സഭയുടെ നന്മയ്ക്കായി വിനിയോഗിച്ച ദാർശനികൻ. സ്നേഹപൂർവ്വം വിശ്വാസികളെ ചേർത്ത് നിർത്തി സഭയെ ആധുനിക കാലഘട്ടത്തിലേക്ക് നയിച്ച ശാന്തനായ ആധ്യാത്മിക നായകൻ. മാർ തോമസ് തറയിൽ പിതാവ്. ഇന്ന് ഈ ചരിത്ര പുരുഷന്മാർ തെളിച്ച ദീപം കൈമാറി ലഭിച്ചത് അഭിവന്യനായ മാർ തോമസ് തറയിൽ പിതാവിൻ്റെ സുരക്ഷിതമായ കരങ്ങളിലാണ്. ആധുനിക സീറോ മലബാർ സഭയുടെ ഉദയസൂര്യൻ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ നവസുവിശേഷവൽക്കരണത്തിൻ്റെ പ്രവാചകനായി മാറിയ മനഃശാസ്ത്ര മേൽപ്പട്ടക്കാരൻ. മുൻഗാമികളുടെ ആത്മവീര്യവും പുതിയ കാലത്തിൻ്റെ ദർശനങ്ങളുമായി ചങ്ങനാശ്ശേരിയുടെ വിശ്വാസ കപ്പൽ ഇനി കൂടുതൽ കരുത്തോടെ മുന്നോട്ട്. ഇതാ ഈ മഹാപാരമ്പര്യത്തിൻ്റെ കരുത്തിൽ നമുക്കൊന്നായി മുന്നേറാം. സമുദായ ശാക്തീകരണത്തിൻ്റെ പുതിയ ചരിത്രം രചിക്കാം.